എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഷൈബു. എൻ്റെ വേദമണി മുത്തെന്ന യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ഒരു പ്രേക്ഷകയുടെ ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് കിടക്കാം. ഹലോ സാർ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ജ്യോതിഷത്തിനെയും മന്ത്രവാദത്തെ പറ്റിയൊക്കെ സംസാരിച്ചല്ലോ. അപ്പോൾ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കിതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഒരാളൊരു പ്രശ്നമായിട്ട് സാറിന് മുമ്പിൽ വരുമ്പോൾ സാർ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? തീർച്ചയായിട്ടും. അതായത് ഈ കാലഘട്ടത്തിൽ ഇതിനെ വിശ്വസിക്കാമോ എന്ന് ചോദിക്കുന്നത്, അത് ഒരുപാട് പേർക്ക് വിശ്വാസമുണ്ട്, എന്നാൽ ഒരുപാട് പേർക്ക് വിശ്വാസക്കുറവുമുണ്ട്. പക്ഷേ ഈ കലികാലം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. മനുഷ്യരായി ജനിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രശ്നം അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം. ഇതാണ് കലികാലം എന്ന് പറയുന്നത്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ബാധിക്കുന്നവരുണ്ട്. ദാമ്പത്യമായിട്ടും സാമ്പത്തികമായിട്ടും രോഗബാധയായിട്ടും മറ്റുള്ള രീതിയിലുള്ള ജൈവന ദോഷങ്ങളൊക്കെ ആയിട്ടും പല രീതിയിലുള്ള ദോഷങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് സംഭവിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഇതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളും ഇതിനകത്ത് തന്നെ ഉള്ളതാണ്. അപ്പം വലിയൊരു സംവിധാനം തന്നെയാണ് ഈ മന്ത്രവാദം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ചെറിയൊരു സംവിധാനമല്ല. കാരണം ഇതാർക്കും കാണാൻ കഴിയില്ല. ആരും കണ്ടുകൊണ്ട് നമുക്ക് ഇപ്പം നമ്മളൊരു ജോലി ചെയ്യുന്ന പോലെ കണ്ടുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇത് നമ്മൾക്ക് നമ്മുടെ ദൃഷ്ടി, നമ്മുടെ ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സംവിധാനമാണ് ഈ ഈ ഈ മന്ത്രവാദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഈ ഈ ക്രിയ എന്ന് പറയുന്നത്, ഈ കല എന്ന് പറയുന്നത്. അപ്പം ഈ കലയെ നമ്മൾ അറിവില്ലാത്തത് കൊണ്ടാണ് അതങ്ങനെ ഈ കാലത്ത് നടക്കും. ഈ കാലത്തല്ല, ഏത് കാലത്തും നടക്കും. അതിനുവേണ്ടിയുള്ള സിദ്ധിയും അതിനുവേണ്ടിയുള്ള രീതിയിലുള്ള നമ്മുടെ ജപമുറകളും അതിനുവേണ്ടിയുള്ള ത്യാഗങ്ങളും വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഇതൊക്കെ വെറും സിമ്പിളായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ നടക്കുമോ എന്ന് ചോദിച്ചതിനുള്ള ഉത്തരമാണത്. ഇനി എന്നെ സമീപിച്ച ഒരാൾ വന്നാൽ, എന്നെ സമീപിച്ച് ആര് വന്നാലും അവർ എന്തിനാണ് വന്നതെന്ന് എന്നോട് പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് അവർ കാര്യങ്ങൾ അറിയാനാണ് വന്നതെന്ന് മാത്രം നമ്മളോടൊന്ന് പറഞ്ഞാൽ മതി. അവർക്ക് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, അവരെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ആദ്യം പറയും. അത് അവരോട് കഥകൾ ചോദിച്ചിട്ടല്ല നമ്മൾ പറയുന്നത്, അല്ലാതെ തന്നെ അവരുടെ പ്രശ്നം എന്താണ് നമ്മൾ അങ്ങോട്ട് പറയും. അപ്പം അത് നമ്മൾ എന്താണെന്ന് അങ്ങോട്ട് പറയുമ്പോൾ അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരോട് പറയുന്നത്. അപ്പം അവർക്കത് വിശ്വാസം വരും. വിശ്വാസം വരുന്ന രീതിയിൽ തന്നെയാണ്, നിങ്ങൾ ഇന്ന പോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന പോലെയൊക്കെ നിങ്ങൾ ബാധിച്ചിട്ടില്ലേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർക്കത് അനുഭവം വരും. അപ്പം നമ്മളൊരാളുടെ പ്രശ്നം പറയാൻ വേണ്ടി നമ്മൾ ഈ ജ്യോതിഷം എന്ന് പറയുന്ന സാധനം നമ്മൾ ഉപയോഗിക്കുകയും, അപ്പം അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അതിനു വേണ്ടിയുള്ള പരിഹാരവും കണ്ടെത്തും. അപ്പം നമ്മളൊരാൾ വന്നാൽ അയാളുടെ രോഗം എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അയാൾക്ക് എന്താണ് ബാധിച്ചിരിക്കുന്നത്, രോഗമാണോ ബാധിച്ചിരിക്കുന്നത്, ബാധയാണോ ബാധിച്ചിരിക്കുന്നത്, അതല്ല എന്ന്. ഇപ്പോൾ ഈ ബാധ എന്ന് പറയുന്നത് പ്രേതോ പിശാചികോ അങ്ങനെയൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെയൊന്നും അല്ല. ബാധ എന്ന് പറയുന്നത് ബാധിക്കുന്നു, ഒരു രോഗം ബാധിക്കുന്നു, ഒരു സാമ്പത്തിക മാന്ദ്യം ബാധിക്കുന്നു, ഒരു ദാമ്പത്യ മാന്ദ്യം ബാധിക്കുന്നു. ഇതിനൊക്കെ ബാധിക്കുന്നു എന്ന് പറയുന്ന എല്ലാം ബാധ തന്നെയാണ്. അല്ലാതെ പ്രേതോ ഭൂതോ പിശാചോ മാത്രമൊന്നും അല്ല ബാധ എന്ന് പറയുന്നത്. ബാധാദോഷം എന്ന് പറയുന്നതിൽ എന്ത് ബാധിക്കുന്നു നമ്മളെ? സാമ്പത്തിക മാന്ദ്യം ബാധിച്ചാലും അത് ബാധ തന്നെയാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ ബാധിക്കുന്നു? കാരണം നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ ഒരുപാട് പണിയെടുക്കുന്നുണ്ട്, നമ്മൾ പൈസയും വരുന്നുണ്ട്, പക്ഷേ നമുക്കത് ഉപകാരപ്പെടുന്നില്ല. അപ്പോഴോ നമ്മളിപ്പോൾ 100 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ 90 രൂപയെങ്കിലും നമുക്ക് ഉപകാരപ്പെട്ടെങ്കിലല്ലേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ 100 രൂപയ്ക്ക് പണിയെടുത്തിട്ട് 110 രൂപ കടം വരുത്തി വെച്ചിട്ട് അത് നമുക്ക് എന്താ പറയുക, അത് ജീവിതത്തിൽ അങ്ങനെയല്ലല്ലോ സംഭവിക്കേണ്ടത്, അല്ലേ?
നമ്മളെല്ലാവരും എപ്പോഴും ബാക്കി പിടിക്കാനും അല്ലെങ്കിൽ നമ്മളിപ്പോൾ എപ്പോഴും നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് ചെയ്യാനും നമ്മൾ അതിനു വേണ്ടിയുള്ളൊരു ഒരു സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ സ്വപ്നങ്ങളെ നമുക്ക് നടക്കാതെ പോവുക. അതായത് ഇപ്പം ഒരാളിപ്പം എന്നെ സമീപിക്കുന്നു, അയാൾക്ക് അത്യാവശ്യം പൈസയുണ്ട്, കാര്യങ്ങളുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും അയാൾ ആ മരുന്ന മനുഷ്യൻ അയാൾക്ക് അയാളുടേതായിട്ടുള്ള ദൈനംദിന ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നാളെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ നടത്തണം എന്ന് ചിന്തിച്ച് വെക്കുന്ന കാര്യം പല ദിവസങ്ങൾ കൊണ്ടായിരിക്കും അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് വെച്ച് നമ്മൾ കുറേശ്ശെ അതിന് വേണ്ടി പൈസയും മാറ്റി വെച്ച് നമ്മൾ ആ സമയമാകുമ്പോൾ അത് നടക്കത്തില്ല, അത് തട്ടിപ്പോവും. അപ്പം അങ്ങനെ പല പ്രാവശ്യം നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കുമ്പോഴും അത് നടക്കത്തില്ല. എന്നാൽ ഇതിനു വേണ്ടി എടുത്ത് സ്വരുക്കൂട്ടി വെക്കുന്ന പൈസയും സമയവും എല്ലാം വേസ്റ്റായിപ്പോവും. അത് വേറെ ഏതെങ്കിലും വഴിക്ക് നമുക്ക് ചിലവായി പോവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി നമ്മൾ ആ സമയത്ത് പോകേണ്ടതായിട്ട് വരികയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാൻ വേണ്ടി സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ ഒരാൾ നമ്മളെ സമീപിച്ച് കഴിഞ്ഞാൽ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുക, അയാൾക്ക് ബാധിച്ചിരിക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞിട്ടാണ് ചികിത്സ. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് അതിനെ നമ്മൾ അതിജീവിക്കേണ്ടത്, എന്ത് രീതിയിലാണ് നമ്മൾ അതിനെ അതിജീവിക്കേണ്ടത്, എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമ്മൾ ആദ്യം നോക്കണം. അത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ അതിനു വേണ്ടിയുള്ള പൂജാവിധികളാണെങ്കിൽ അങ്ങനെ, അതല്ല ഇനി അവർക്ക് വന്നിരിക്കുന്നത് വാസ്തുദോഷമാണെങ്കിൽ അങ്ങനെ, അതല്ല അവരിനി വല്ല നേർച്ച വഴിപാടുകൾ കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല ഇനി അവരായിട്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരിക്കും, അവരുടേതായിട്ടുള്ള പിതാക്കന്മാരുടെ ദോഷമോ അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാർക്കുണ്ടായ ശത്രുക്കൾ വല്ലതും ചെയ്തു വെച്ചിരിക്കുന്നതാണോ, ഇനി അതുമല്ല നമ്മളുടേതായിട്ടുള്ള ചില കർമ്മദോഷങ്ങളുമുണ്ട്. അതായത് നമ്മൾ ചെയ്തതായിരിക്കില്ല, നമ്മുടെ പിതാക്കന്മാരായിട്ട് ചെയ്ത കർമ്മദോഷങ്ങൾ കൊണ്ടാവാം. അങ്ങനെ ഏത് രീതിയിലാണോ നമുക്കിതിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ ഈ ബാധിച്ചിരിക്കുന്നത്, ആ ബാധിച്ചിരിക്കുന്ന അതെന്തോ അതിനെ നമ്മൾ അതിജീവിക്കുക അല്ലെങ്കിൽ അതിനെ നമ്മൾ ഉന്മൂലനം ചെയ്യുക. ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ഇദ്ദേഹത്തിന് എന്താണ് ഇങ്ങനെ എന്നുള്ളത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചെങ്കിൽ നമുക്കത് സിമ്പിൾ, അത് ആ ചെയ്യേണ്ട കാര്യം എന്താണോ അത് ചെയ്യാന്നുള്ളൂ. അപ്പം ഇതെല്ലാം ഈ കുറേ ദോഷങ്ങളെല്ലാം നമ്മൾ പൂജാവിധികളിലൂടെ തന്നെയാണ് മാറ്റുന്നത്. പൂജാവിധികൾ എന്ന് പറഞ്ഞാൽ ദ്രാവിഡ പൂജയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ദ്രാവിഡ പൂജയിലൂടെ ആണ് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ദ്രാവിഡ പൂജയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദ്രാവിഡ കർമ്മമാണ് ഞാൻ പഠിച്ചത്. അപ്പം അത് ആണ് ഞാൻ മുന്നോട്ട് ചെയ്തുകൊണ്ടും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദ്രാവിഡ രീതിയിൽ നമ്മളൊരു പൂജ ചെയ്താൽ, ഒരു കർമ്മം ചെയ്താൽ, എത്ര വലിയ ദോഷമാണെന്ന് പറഞ്ഞാലും, അതിന് എത്ര വലിയ ദോഷവും ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള ദോഷവും ആയിക്കോട്ടെ, നമുക്കതിനൊക്കെ പരിഹാരം എന്നുള്ള രീതിയിൽ നമുക്കിതിനകത്ത് ഒരുപാട് സൊല്യൂഷനുകളുണ്ട്. കാരണം നമ്മൾ മരുന്നുകൾ കൊണ്ടും മന്ത്രങ്ങൾ കൊണ്ടും യന്ത്രങ്ങൾ കൊണ്ടും ഒരുപാട് രീതിയിൽ നമുക്കിതിനെ അതിജീവിക്കാൻ പറ്റും. ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല, ഇതെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചതാണ്. ഇതിനുള്ള തെളിവുകളും ഇതിനുള്ള ഗ്രന്ഥങ്ങളും ഒക്കെ അന്യരാജ്യക്കാർ നമ്മുടെ നാട്ടിൽ വന്ന് പണ്ടേ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. അപ്പം അങ്ങനെയാണ് ഒരു വ്യക്തി നമ്മളെ തേടി വന്നാൽ അവരുടെ അടുത്ത് നമ്മൾ സമീപിക്കേണ്ടതും അല്ലെങ്കിൽ അവരോട് നമ്മൾ ആ വ്യക്തമായിട്ട് അയാളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് പറയുകയും അതവർക്ക് വിശ്വാസം വരികയും ചെയ്യുവാണെങ്കിൽ മാത്രം നമ്മളെ കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യിപ്പിച്ചാൽ മതി. അങ്ങനെയാണ് ഞാനിപ്പം എല്ലാ കാര്യങ്ങളും ഓരോരുത്തരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഇനി നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ കലിയുഗത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ മാർഗമില്ലാതെ, കാരണം പല രീതിയിൽ വഴിപാടുകൾ ചെയ്ത് നോക്കും, നേർച്ചകൾ നേർന്ന് നോക്കും, പല രീതിയിൽ പലരുടെയും സ്ഥലത്ത് പലരുടെയും അടുത്ത് പോയി പൈസ മുടക്കിയുള്ള പൂജാവിധികളും എല്ലാം ചെയ്ത് നോക്കും. പക്ഷേ ഇതൊന്നുമല്ല. നമ്മുടെ ദ്രാവിഡ പൂജ എന്ന് പറയുന്നത് അതൊരു പ്രത്യേക രീതിയിലുള്ള പൂജകളാണ്. അപ്പം ദ്രാവിഡ ജ്യോതിഷം എന്ന് പറയുന്നതും അത് പ്രത്യേക രീതിയിലുള്ള ഒരു ജ്യോതിഷമാണ്. കാരണം നമ്മളിപ്പം ജ്യോതിഷം എന്ന് പറയുന്നത് ഒരാളുടെ അടുത്ത് ചെന്ന് നമുക്ക് ദശാകാലത്തെ പറ്റിയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇന്ന ദശയിലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് സമയം മോശമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റും. പക്ഷേ നമ്മുടെ ദ്രാവിഡ ജ്യോതിഷത്തിൽ അതല്ല. നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു ശത്രു ഉണ്ടെങ്കിൽ ശത്രു ആരാണെന്നും അതെന്തിനു വേണ്ടി നിങ്ങൾക്ക് ശത്രുവായെന്നും എന്നാണ് നിങ്ങൾക്ക് ശത്രുവായെന്നും ആ ശത്രു നിങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ശത്രുവിൻ്റെ ഏറെക്കുറെ രൂപം വരെ നമുക്ക് അവരോട് നിർദ്ദേശിക്കാൻ പറ്റും.
അതാരാണെന്നും അവരുമായിട്ടുള്ള ബന്ധം എന്താണെന്നും. അല്ല നമുക്കിപ്പോൾ ഒരാൾ ശത്രുവുണ്ട്, ശത്രുവില്ലാത്തൊരാരുള്ള എല്ലാ മനുഷ്യർക്കും ഇപ്പോൾ ശത്രുക്കളുണ്ട്. ശത്രുക്കളില്ല, എനിക്കുമുണ്ട് ശത്രുക്കൾ. അപ്പം ശത്രുക്കളില്ലാത്തൊരാരുമില്ല. അപ്പം അങ്ങനെ ഒരുപാട് ശത്രുക്കളുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പം ശത്രുദോഷം എന്ന് പറയുന്നത് അതൊരു വലിയ ദോഷം തന്നെയാണ്. അത് നമുക്ക് നമ്മളെ ഇപ്പോൾ തല്ലിത്തോപ്പിക്കാൻ പറ്റില്ലെങ്കിൽ അവരെല്ലാവരും ഈ രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ല എല്ലാ ആളുകളും ഈ രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളാരെയും നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പലരും പല രീതിയിൽ പല ആളുകളുടെ അടുത്ത് പോയി പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് ഓരോരുത്തരും ഈ കാലത്ത് ഈ കലിയുഗത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ വേറെ മാർഗമില്ല. ഇതേ ഉള്ളൂ മാർഗം. ഈ മാർഗത്തിലൂടെ തന്നെയാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ ഇത് പുറം ലോകം അറിയുന്നില്ലെന്നുള്ളൂ. രഹസ്യമായിട്ട് എല്ലാവരും ഈ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ തന്നെയാണ്. ഒരു 100-ൽ 70% ആളുകളും ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ ഇതാണ് എന്നെ സമീപിക്കുന്ന ഒരാളുടെ അടുത്ത് എനിക്ക് തരാനുള്ളൊരു നിർദ്ദേശം. അപ്പം വരും വീഡിയോകളിൽ നമുക്ക് പുതിയ കാര്യങ്ങളുമായിട്ട് പുതിയ ചർച്ചകളുമായിട്ട് നമുക്ക് വരും വീഡിയോകളിൽ കാണാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.